ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വനിതാ സമാജത്തിൻ്റെ വാർഷിക ക്യാമ്പിൻ്റെ ആദ്യത്തെ ചിന്താ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഭിമന്യ തിരുമേനി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. സങ്കീർണമായ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. വനിതാ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലപ്പോഴും സ്ത്രീകൾ തന്നെ സ്വയം ഇങ്ങനെ ചിന്തിച്ച് അവരുടെ മനസ്സിനെ അങ്ങനെ പരുവപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സങ്കീർണമായ പ്രശ്നമെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം തിരുമേനി പറയുന്ന ഒരു വാക്ക് വെച്ചാണ് ഞാൻ സാധാരണയായിട്ട് പണ്ട് കാലത്ത് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിസങ്കീർണമായ പ്രശ്നമെന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് അതൊന്ന് സിമ്പിളാക്കിയാൽ നോക്കണം. ഓരോ വ്യക്തി ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ കടന്നു വരുമ്പോൾ അവർ പറയുന്ന ഒത്തിരി പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. എന്താണ്? പിള്ളേരൊക്കെ ഏത് നിലയിലായി പോകും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്കറിയത്തില്ല ഈ പിള്ളേരുടെ അവസ്ഥ. പള്ളിയിൽ പോകാൻ താല്പര്യക്കുറവ്, പ്രാർത്ഥിക്കാൻ താല്പര്യക്കുറവ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവർ ഈ നാട്ടിലുണ്ടാവുമോ, പോകുന്ന നാട്ടിൽ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുമോ, സായിപ്പനെ കെട്ടുവോ, മദാമയെ കെട്ടുവോ, നൂറുകണക്കിന് ഉത്കണ്ഠകളും വിഷയങ്ങളും വ്യക്തിപര ജീവിതത്തിലുണ്ട്. കുടുംബജീവിതങ്ങളാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, ഓരോ ദിവസവും ഓരോ കുടുംബങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ച് അങ്ങോട്ട് പോകുന്ന കാണാം, പിറ്റേ ആഴ്ചയിൽ തിരിച്ചു വരും, ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്നും. അതുപോലെ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ പള്ളിയിൽ ചെന്ന് കഴിയുമ്പം പള്ളി സമാധാനം ഉണ്ടോ? പള്ളിയിലെ സമാധാനം ഓരോ ദിവസം ചെല്ലും തോറും ചോർന്ന് പോവുകയാണ്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തി വളർന്ന ഒരു റിലീജിയൻ, ഒരു മതം എന്ന് പറയുന്നത് സത്യത്തിൽ ക്രൈസ്തവ മതമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, ലോകം മുഴുവനും വ്യാപിച്ച ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം ക്രൈസ്തവ മതമാണ്. അതാരും പറയാറില്ലെന്നേ ഉള്ളൂ, സത്യമാണത്. ചില രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ മതം പൂർണ്ണമായും തകർന്നുപോയി. ഓർക്കണം, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ഇതാ രക്ഷാകര പദ്ധതി അനുസരിച്ച് ബലിയായി തീർന്ന് ആ ദൗത്യം ഏറ്റ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. രക്ഷാകര ദൗത്യേറ്റ ഒരു സമൂഹം, അതാണ് ക്രൈസ്തവ സമൂഹം. ആ സമൂഹം പ്രിയമുള്ളവരെ ക്രമേണ ലോകത്തിൽ തകരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ മനുഷ്യൻ്റെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സാധ്യതയും വാതിലും കൂടി അടയുകയാണ്. നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ഈ രക്ഷപ്പെടാനുള്ള ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ള അവസാനത്തെ സാധ്യത അടയുന്നതാണ് ക്രൈസ്തവ സമൂഹം തകരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരു സങ്കീർണത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിലാണ് ഈ വനിതാ സമാജത്തിൻ്റെ ദേശീയ ക്യാമ്പ് ഇപ്പം നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു സഭയുടെ ഭാഗമായി. നമ്മളെ ഈ അവസ്ഥയിൽ, ഈ ദേവാലയത്തിൽ, ഈ കസേരയിൽ, ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിങ്ങളിരിക്കുമ്പോൾ ഈ വേഷം ധരിച്ച പൗരോഹിത്യ സമൂഹം, ഈ വേഷം ധരിച്ച പ്രധാനാചാര്യത്വ സമൂഹം ഇതിൻ്റെ മുകളിലിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ ദേവാലയത്തിൻ്റെ താഴെ ഈ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളെക്കൊണ്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ തലയ്ക്കകത്ത്, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം, നമ്മുടെ തലയ്ക്കകത്ത് കുറച്ച് അറിവുകൾ കയറിയിട്ടുണ്ട്, കുറേ അനുഭവങ്ങൾ കയറിയിട്ടുണ്ട്. ഇതെവിടുന്ന് കിട്ടിയതാ?
നമ്മൾ പോലും അറിയാതെ ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ബാല്യകാലം മുതലേ കടന്നു വന്ന കുറേ അറിവുകളും അനുഭവങ്ങളും ചേർന്ന് രൂപം കൊണ്ട ഒരു സംഭവം നമ്മുടെ തലയ്ക്കകത്തുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? സഭ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? വിശ്വാസം. എന്താണ് വിശ്വാസം? നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കസേരയിൽ ഇരിക്കുന്നു, ഞങ്ങൾ പട്ടക്കാരും മേൽപ്പട്ടക്കാരും ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഒരു മേൽപ്പട്ടക്കാരനായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലയ്ക്കകത്ത് കയറിക്കൂടിയിരിക്കുന്ന ഒരാശയമുണ്ട്. ആരൊക്കെയോ പറഞ്ഞും കേട്ടും കണ്ടും മനസ്സിലാക്കി അനുഭവിച്ച ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വേഷം കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇതൊരു ബിഷപ്പാണ്. ഈ വേഷം കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇതൊരു അച്ഛനാണ്. ആ വേഷം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇതൊരു കന്യാസ്ത്രീയാണ്, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അതിനോടൊക്കെയുള്ളൊരു മാനസിക പ്രതികരണമുണ്ട്. ആ തലത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ലോകത്തിലെല്ലാവർക്കും പറ്റാറില്ല. UK നിന്നൊരിക്കൽ ഞാൻ തിരിച്ചു പോരുമ്പോൾ എയർപോർട്ടിൽ, പ്രിയമുള്ളവർ, എന്നെ കൊണ്ടുവിടാൻ വന്ന ഒരാൾ എന്നെ കൊണ്ടുവിട്ട ശേഷം എന്നോട് പറഞ്ഞ്, തിരുമേനി തന്നെ ഈ വഴി കൂടെ നേരെ അങ്ങോട്ട് പോയാൽ മതി, അത് ഓക്കെയാണ്. ഞാൻ ബാഗും പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാനായിട്ടൊക്കെ വരും. അപ്പോൾ തൊട്ടടുത്ത് നിന്നൊരു സായിപ്പിനോട് കൊണ്ടുവിടാൻ വരുന്ന ആൾ ചോദിച്ചു, ഇന്ന ഗേറ്റിലേക്ക് പോകുന്ന വഴി ഇതല്ലേ? അന്നേരം സായിപ്പ് പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ, പ്രിയമുള്ളവരെ, നടന്ന് നേരെ അങ്ങ് പോയി. ഈ സായിപ്പന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മളെപ്പോലെയല്ല. അവരൊരു കാര്യം ഏൽപ്പിച്ചാൽ അവർ വളരെയധികം ശ്രദ്ധിക്കും. അതൊരു സ്റ്റാഫായിരുന്നു അവിടുത്തെ. അയാൾ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ, പ്രിയമുള്ളവരെ, ചെന്നിട്ട് ഇടത്തോട്ട് പോകാൻ പറഞ്ഞപ്പോൾ തിരക്കിനിടയിൽ വലത്തോട്ടാണ് പോയത്. ഉടനെ ആ സായിപ്പ് തിരിച്ചു വന്ന് എന്നെ വിട്ട ആളോട് പറഞ്ഞു, ആ തലയിൽ പൂ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞു. തലയിൽ പൂ വെച്ചുകൊണ്ട് പോകുന്ന ആളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ വിട്ടേ ആ പൂ വെച്ചുകൊണ്ട് പോയ ആളുടെ വഴി തെറ്റി. അപ്പോൾ ആ പുള്ളി എന്നെ ഫോൺ ചെയ്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു, തിരുമേനി, സായിപ്പ് പറഞ്ഞു വഴി തെറ്റി, തിരുമേനി ബോർഡൊന്ന് നോക്ക്. എന്നിട്ട് പറഞ്ഞ്, തിരുമേനിയെ കണ്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, ഫ്ലവേഴ്സൊക്കെ തലേ വെച്ചോണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ പോയല്ലോ അയാൾ. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ വനിതാ സമാജത്തിൻ്റെ മീറ്റിംഗ് നടക്കുക. ഞാനാരാ? പ്രധാനാചാര്യൻ. എപ്പിസ്കോപ്പ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സ്റ്റേജിൽ ഇവിടെ ഞാൻ വലിയ ആളാണ്. ഈ സഭയിൽ UK ലണ്ടൻ എയർപോർട്ടിൽ ഞാൻ തലേ പൂ വെച്ചുകൊണ്ട് നടക്കുന്നയാൾ. മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൻ്റെ കുഴപ്പം? അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു പൗരോഹിത്യം നമുക്കറിയാം. ഈ നിങ്ങളുടെ ഇടയിൽ നിന്ന്, ഈ പള്ളിക്കകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്ത് ഒരു മദ്ബഹായുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് 1 മണിക്കൂർ പ്രാർത്ഥന നടത്തിയിട്ട് ഇതുപോലെ 7 മീറ്റർ കുപ്പായം ഇടിച്ച് തിരിച്ചു വന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ കൈമുത്തിക്കൊണ്ട് പറയും, ഇത് ഞങ്ങളുടെ അച്ഛനാണ്. ആ വ്യക്തിക്ക് എന്തെല്ലാം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും നിങ്ങൾ പറയും, ഇത് ഞങ്ങളുടെ അച്ഛനാണ്. പറയത്തില്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇതെങ്ങനെ പറയാൻ പറ്റും? പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ കയറിയിരിക്കുന്നൊരു ബോധ്യമുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇത് അച്ഛനാണ്. പിറ്റേ ദിവസം മുതൽ ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് പാപം പറയുകയല്ലേ? പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ നോലിച്ചു ഒരു ബോധ്യം. ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥന നേടിയാൽ മെകളിയിരിക്കുന്ന ദൈവം ഇത് ക്ഷമിക്കും, കേൾക്കും. ആ വ്യക്തി തന്നെ ദേവാലയത്തിലേക്ക് പിറ്റേ ആഴ്ചയിൽ കയറി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയെടുത്ത് നമ്മൾ കുഴച്ച് അപ്പമുണ്ടാക്കി അത് അച്ഛൻ്റെ കൈ കൊടുക്കും. ആ വൈദികൻ 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മനോഹരമായ 2 പാത്രങ്ങളിൽ ഈ അപ്പവുമായി തിരിച്ചു വരുമ്പോൾ ഇതേ ആളുകൾ തന്നെ അതിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും, ഇല്ലേ? ഈ അപ്പത്തെ നാം എങ്ങനെ തിരിച്ചറിയും? ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കുന്നു? എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല.
ആദിമ നൂറ്റാണ്ടിൽ പ്രിയമുള്ളവരെ ആളുകളെ ഈ ക്രിസ്ത്യാനികൾക്കൊക്കെ ഒന്നും പുറത്തിറങ്ങാൻ മേല. അന്നത്തെ കാലത്ത് പ്രിയമുള്ളവരെ ആളുകൾ ഈ മുറിക്കകത്ത് കയറി കുറ്റിയിട്ടിട്ടാണ് അതിനകത്ത് കുർബാന നടത്തിയ കാലമുണ്ട്. അപ്പോൾ രഹസ്യമായിട്ട് യഹൂദർ അന്വേഷിച്ചാൽ ഈ ക്രിസ്ത്യാനികൾ എന്നാ പരിപാടി, തീവ്രവാദികളെ പോലെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് അവർ കേട്ടപ്പോൾ അകത്ത് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ ഭക്ഷിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയെന്നറിയോ, ഇവർ മനുഷ്യനെ കൊന്നു തിന്നുന്നവരാണ്. ക്രിസ്ത്യാനികളെ മനുഷ്യരെ കൊന്നു തിന്നുന്നവരായിട്ട് പോലും അന്നത്തെ ആളുകൾ സംശയിച്ചിരുന്നു. പ്രിയമുള്ളവരെ, അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരമാണെന്ന് നമുക്ക് ആന്തരികമായി ബോധ്യം വേണമെങ്കിൽ അതിന് നമുക്ക് വേണ്ട ആ സംഭവത്തിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. ഒരു പുരോഹിതനായി നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വേണ്ട പേരെന്താ? വിശ്വാസം. എന്തിനേറെ ഒരു പെണ്ണും ചെറുക്കനെയും കൊണ്ട് നിർത്തിയാൽ 1 മണിക്കൂറത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഇത് ഭാര്യയും ഭർത്താവും അല്ലെന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ആർക്കും സംശയം തോന്നിയിട്ടുമില്ല. ആ കൂദാശ അല്ലെങ്കിൽ ആ ബന്ധമായി തീർന്നു ഒരച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രോഗിക്ക് വേണ്ടി ഒരു പുരോഹിതൻ തൈലം പൂശി ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയിലൂടെ എൻ്റെ രോഗം മാറുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വിശ്വാസമെന്ന ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു കാണാം, കൗണ്ടറിൽ 2 ഡോക്ടർമാരിരിപ്പുണ്ട്. അതിലൊരു ഡോക്ടർ ഇന്നലെ വൈകുന്നേരം എന്നോട് പറയുകയാണ്, 2 പ്രാവശ്യം ഞാനിവിടെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, ഡോക്ടറാണ്, കിംസ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറാണ് താഴെ ഇരിക്കുക. എൻ്റെ അലർജി രോഗം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച, ദൈവമേ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ എൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ, തുടരണമെന്നല്ല, എൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ എനിക്കും ദൈവം സൗഖ്യം തരും. ആ വ്യക്തി സൗഖ്യപ്പെട്ടു. അലർജി വർഷങ്ങളായിട്ടുണ്ട്, അലർജി രോഗം വിട്ടുമാറി. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വാക്കല്ല സഭയെ സംബന്ധിച്ച്, മറിച്ചെന്താണ്? അതിതിൻ്റെ അടിത്തറയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസം ചോരാൻ തുടങ്ങിയാൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? സഭ തകരും. നമ്മൾ അച്ഛനെ കാണുമ്പോൾ തോന്നുക, ഇതെന്നെ അച്ഛനാ, ഇത് പണ്ട് പുള്ളിക്കാരൻ ഇതുപോലെ നമ്മുടെ ആ പുള്ളി പ്ലാവേ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പണ്ട് മീനെടുത്ത് പ്ലാവയിലൊക്കെ കയറുമായിരുന്നു. വലിയ പ്ലാവിൻ്റെ മേളിൽ കയറി ചക്കയൊക്കെ ഇടുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അയലോക്കത്തെ ഒരാൾ പറയുക, ഈ കൊച്ചൻ പണ്ട് പ്ലാവേ കയറിക്കൊണ്ടിരുന്ന ആളല്ലേ, ഇദ്ദേഹത്തെ ഞാനെങ്ങനെ ബിഷപ്പായിട്ട് കാണുന്നത് എന്ന് അയാളുടെ തലയ്ക്കകത്ത് കയറിയാൽ അയാൾക്ക് എന്നെ ബിഷപ്പായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചോർന്നതിൻ്റെ ലക്ഷണമാണ്? വിശ്വാസം. ഇങ്ങനെ പ്രിയമുള്ളവരെ, വിശ്വാസം ചോർന്നാൽ സഭ തകർന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സഭ തകർക്കാൻ വേണ്ടി പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് ഏത് മണ്ഡലത്തിലായിരിക്കും? വിശ്വാസ മേഖലകളുടെ അടിത്തറ ഇളക്കാൻ വേണ്ടി ആയിരിക്കും സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഏത് രീതിയിലൊക്കെയാണ് വിശ്വാസം ചോരാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് ചോരുന്നതെന്നറിയണമെങ്കിൽ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, വിശ്വാസം കേൾവിയിൽ നിന്ന്, അല്ലേ? വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്തുണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത്. നമ്മളിന്ന് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം എന്നാണെന്നറിയോ പ്രിയമുള്ളവരെ? അത് സത്യത്തിൽ വിശ്വാസമേ അല്ല. പലരുടെയും മനസ്സിൽ വിശ്വാസം എന്ന് പറഞ്ഞ് കയറിക്കിടക്കുന്ന സാധനങ്ങൾ സത്യത്തിൽ വിശ്വാസമല്ല. അതെന്താണെന്നറിയോ? അനുഭവമാണ്, എക്സ്പീരിയൻസാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ധ്യാനങ്ങൾ ആരംഭിച്ച സമയത്ത് പ്രിയമുള്ളവരെ, ഹൈറേഞ്ചിലെ വാളാടി എന്ന് പറയുന്നൊരു പള്ളിയിലാണ് ധ്യാനം ആരംഭിച്ചത്.
ആകെപ്പാടെ അവിടെ ധ്യാനത്തിന് വരുന്നത് പ്രിയമുള്ളവരെ 10 പേരാണ്. 15 പേരാണ് ധ്യാനത്തിനുള്ളത്. 10-15 സ്ത്രീകൾ. ആ വനിതാ സമാജത്തിലെ സ്ത്രീകളാണ് എന്നെ സഹായിച്ചത്. അന്ന് അവർ കയറിയിരിക്കുക. 26 വയസ്സ് കഴിഞ്ഞ് ഞാൻ ധ്യാനപ്രസംഗം ആരംഭിക്കുക. ഇതുപോലെ അന്ന് 10 വനിതാ സമാജത്തിലെ സ്ത്രീകൾ ഭിത്തിയെ ചാരി പുറകിലിരിക്കും. എന്തിനാണെന്നറിയാമോ? കൊച്ചച്ഛന് ഒരു പ്രോത്സാഹനം ആയിക്കൊള്ളട്ടെ. ഈ അച്ഛന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പുള്ളി എങ്ങനെയെങ്കിലും വളർന്നൊരു നിലയിലെത്തിക്കോട്ടെ. അതിനു വേണ്ടി പ്രിയമുള്ളവരെ ഒരു ഈ കുട്ടിച്ചാത്തൻ സിനിമ കാണാനായിട്ടിരിക്കുന്ന പോലെയാണ് അവരിയ്ക്കുന്നത്. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, അവർ തലകുലക്കും, നടക്കും, അങ്ങനെ ഇരിക്കുക. അവർക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വാസത്താൽ അങ്ങനെ ഒരു രക്ഷയില്ല. അതിനകത്താണെങ്കിൽ 1-2 പേർക്ക് ചെവിയും കേൾക്കാൻ മേല. അങ്ങനത്തെ അവസ്ഥയിലാണ് ധ്യാനം കേൾക്കാൻ സാധാരണയായിട്ട് പ്രിയമുള്ളവരെ ആളുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് ഈ ചെവി കേൾക്കാൻ മേലാത്ത അമ്മച്ചിമാരും അവരിലൊക്കെയാണ് ഞങ്ങൾ സത്യത്തിൽ ഈ പണി പഠിച്ചത്, ഈ ധ്യാനവും പ്രസംഗമൊക്കെ. അപ്പോൾ പ്രിയമുള്ളവർ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങോട്ട് പതുക്കെ മുന്നോട്ട് പോയി. ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾ വരാൻ തുടങ്ങി. അങ്ങനെ അവസാനം പ്രിയമുള്ളവരെ ഇവിടേക്ക് ആൾ കൊണ്ടുപോകാനും വരാൻ തുടങ്ങിയപ്പോഴാണെന്നറിയോ, ഞാനിങ്ങനെ പല പ്രസംഗവും നടത്തി. കുറേ പേര് വരും, ചില ആളുകൾ വരും, പോകും. ഒരിക്കലും പ്രിയമുള്ളവരെ ഇവിടെ ധ്യാനം കൂടാനായിട്ട് വന്ന ഒരു വ്യക്തി തളർന്നു കിടന്നൊരു പെണ്ണാണ്. ആ തളർന്നു കിടന്ന പെണ്ണ് ഈ പാലക്കാരിയാണ്. 8 വർഷമായിട്ട് ഒരു മേലാ കിടന്ന. ധ്യാനം എല്ലാം കൂടി അത് സൗഖ്യപ്പെടുമെന്ന് 100% വിശ്വസിച്ച് വന്നതാണ്. പക്ഷേ ധ്യാനത്തിൻ്റെ 5 ദിവസവും കടന്നുപോയി, അതിന് സൗഖ്യം ഉണ്ടായില്ല. 100% അതിന് ബോധ്യം ഉണ്ടായിരുന്നു, എനിക്ക് ദൈവം എന്നെ മോചിപ്പിക്കും. 5 ദിവസം കഴിഞ്ഞ്, ഇതിനിടയിൽ ഒത്തിരി കാര്യം നടന്നു, പറയാൻ നേരമില്ല. 5-ാമത്തെ ദിവസം പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, സാരമില്ല, പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് പോക്കൂ എന്ന് പറഞ്ഞ് ഈ പെൺകൊച്ചിനെ ഞാൻ വണ്ടിയെ കയറ്റിവിട്ട്. പോകാൻ നേരത്ത് ഒരു കാര്യം ഞാൻ മാത്രം പറഞ്ഞ്, നീ ഇനി എന്തായാലും രോഗിയായിട്ട് കിടക്കുകയല്ലേ, എപ്പോഴും ദൈവത്തെ നീ സ്തുതിച്ചുകൊണ്ട് കിടന്നാൽ മതി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവർ അവൾ അക്ഷരം പ്രതി അനുസരിച്ച് ഇവിടുന്ന് പോയപ്പം മുതൽ അവൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. പിറ്റേ തിങ്കളാഴ്ച ദിവസം രാവിലെ പ്രിയമുള്ളവരെ ആ പെങ്കൊച്ചിനെ ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ വിളിച്ചപ്പോൾ അവൾ തീരെ നിരാശയിലോട്ടായി. അവൾ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങളല്ലേ എന്നെ ഒന്നും എടുത്തു പൊക്കിക്കൊണ്ട് പോകുന്നത്, എനിക്ക് വേണ്ട, ഞാൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കഴിച്ചോളാം. മാതാപിതാ ആങ്ങളെയും അമ്മയും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ അവൾ സങ്കടത്തോടെ കസേരയിലിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തി അവളുടെ ശരീരത്തിലേക്ക് പാഞ്ഞിറങ്ങി വന്നു. ഒറ്റ നിമിഷം കൊണ്ട് പ്രിയമുള്ളവർ, 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടല്ലോ, ഒറ്റ നിമിഷം കൊണ്ട് ആൾ ചാടി എഴുന്നേറ്റു. പരിപൂർണ സൗഖ്യം വന്ന് ആളെന്ത് ചെയ്ത് ഇവിടെ വന്നു. ഈ അനുഭവം കേട്ടപ്പം നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസം തോന്നിയൊരു കൈപൊക്കിക്ക്. ഇതിന് പറയുന്ന പേര് വിശ്വാസം എന്നല്ല, ഇതിന് പറയുന്ന പേരെന്തല്ല, വിശ്വാസമല്ല. ഇതെന്താണ്? ഇപ്പം നിങ്ങളുടെ തലയ്ക്കകത്തൊരു സാധനം കയറി. എന്താ കയറിയത്? തളർന്നു കിടക്കുന്ന രോഗി വേണേ സുഖപ്പെടും. ഇത് അനുഭവമാണ്. ഇതിന് പറയുന്ന പേരെന്താണ്? അനുഭവം. ഇതിന് പറയുന്ന പേരല്ല എന്ത്? വിശ്വാസം. ഇത് കേട്ടോണ്ട് നിങ്ങളിനി നാളെ ഉള്ള തളർവാദ രോഗി എല്ലാം കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരാരും എഴുന്നേക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടിരുന്നത്. അനുഭവം കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകാം, പക്ഷേ ഇപ്പോൾ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന എന്താ? അനുഭവം. ഇനി ഈ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ പറഞ്ഞത് നിങ്ങളെന്ത് ചെയ്തു? നിങ്ങൾക്കുള്ളിൽ അനുഭവമായി. നിങ്ങൾ കണ്ടു, ആളെ ഞാനിവിടെ കൊണ്ടുവന്ന് കണ്ടു, അയാൾ പറഞ്ഞു, അയാളുടെ ഡോക്ടർ സ്ഥിരീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസായി. നിങ്ങളുടെ മനസ്സിൽ ചെറിയ ഒരു വിശ്വാസം രൂപം കൊണ്ടു. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോവുക. എന്താ നിങ്ങളുടെ വിശ്വാസം? രോഗിയെ തൂത്തുട്ടിച്ചാപ്പലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കും. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. ഇവിടെ കൊണ്ടുവന്നു, രോഗിയെ 5 ദിവസം കിടത്തി, അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു, സ്തുതിക്കാൻ പറഞ്ഞു, സ്തുതിച്ച്
തിങ്കളാഴ്ച ദിവസം എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഉണ്ടായ ഈ വിശ്വാസം ഷൂ എന്ന് പറഞ്ഞ് താഴോട്ട് പോകും. വിശ്വാസമാണോ? അല്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് മിക്കവാറും ആളുകളിൽ രൂപം കൊള്ളുന്ന സംഭവം. കാര്യം ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ധ്യാനകേന്ദ്രങ്ങളിൽ പോയി ഇരിക്കുന്നത് താല്പര്യമാണ്, ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് നിങ്ങളെ എന്തിലേക്ക് നയിക്കുന്നില്ല? വിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല. മറിച്ച് അനുഭവങ്ങളുടെ ചെറിയ പ്രത്യേക ഒരു മൂടുപടത്തിനകത്ത് നിങ്ങളങ്ങ് പോവുകയാണ്. അതെന്ന് പൊട്ടുന്നോ അന്ന് നിങ്ങൾ എവിടെയാവും? പഴയതിനേക്കാളും താന്ന ഗതികെട്ട ഒരാധ്യാത്മികതയുടെ കീഴിലേക്ക് നിങ്ങൾ പോകും. മനസ്സിലായോ? അപ്പം പിന്നെ എന്താ വിശ്വാസം? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം, 100% ഉറപ്പായി മക്കളുണ്ടാവുകയില്ലെന്ന്. 100% ഉറപ്പ് മക്കളുണ്ടാവുകയില്ല. അപ്പോഴാണ് പറഞ്ഞത്, നീ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന വഴി കൂടെ പോക്കൂ. ആ മനുഷ്യൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇനി പിള്ളേരുണ്ടാകത്തില്ല, 100% ഉറപ്പ്. കാരണം 90 വയസ്സുള്ള ആരെങ്കിലും ഏതെങ്കിലും കാലത്തിൽ പ്രസവിച്ച ചരിത്രം നിങ്ങൾ വനിതാ സമാജത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സെക്രട്ടറിമാരോട് ചോദിച്ചിട്ടോ? എങ്ങനെയും നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടോ കൈവക്ക്? 90 വയസ്സുള്ള അമ്മച്ചി പ്രസവിച്ച ചരിത്രം ഏതെങ്കിലും പള്ളി വനിതാ സമാജക്കാർക്ക് അറിയാമല്ലോ, ഞങ്ങൾക്കറിയാമല്ലോ, കൈവക്കിക്ക് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു 90 വന്ന അമ്മച്ചി പറയുകയാണ്, ഞാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, അമ്മച്ചി താമസിക്കാതെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പറയാൻ നമുക്ക് തോന്നുമോ? പറയാൻ നമുക്ക് തോന്നുകയില്ല. ഇനി കേട്ടാലോ? കേട്ടാൽ എന്നാ പറയും? നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്, ഈ അമ്മച്ചിക്ക് 70 വയസ്സ് കഴിഞ്ഞ് ഈ അമ്മച്ചിക്ക് അടുത്ത വർഷം വനിതാ സമാജത്തിൻ്റെ ക്യാമ്പിന് മുമ്പ് ഒരു കൊച്ചുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ തിരുമേനിക്ക് മാനസികമായിട്ടുള്ള കുഴപ്പമുണ്ടോ? കണ്ടോ? നമുക്ക് പറ്റുകയില്ല. എലിസബത്തിനും ഇതുപോലെ നിന്നയേക്കേണ്ടി വന്നു, അബ്രഹാമിനും നിന്നയേക്കേണ്ടി വരുന്നു. പക്ഷേ നിന്ദകളുടെ മധ്യത്തിലും അവരുടെ ആന്തരിക മനുഷ്യനിൽ ദൈവം പ്രചോദിപ്പിച്ച പ്രചോദനത്തെ വിടാൻ പറ്റാതെ അവരിങ്ങനെ കടിച്ചു പിടിച്ച് കിടന്നു. അതിന് പറയുന്ന പേരാ എന്ത്? വിശ്വാസം. പിടികിട്ടിയോ? അതാണ് വിശ്വാസം. അവർ കടിച്ചു പിടിച്ച് കിടന്നു. ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ കയറിക്കൂടിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ, അനുഭവങ്ങളിൽ നിന്ന് ചാലിച്ചെടുത്ത ഒരു ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും തകരുന്നെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചങ്കിനകത്ത് വേദന എടുക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു പാനപാത്രവും പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇനി നിങ്ങളുടെ മക്കളും വനിതാ സമാജത്തിൽ നിർണായക ഘടകമാണ് ഞാനിനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ചിന്തിക്കണമെന്ന് പറയുന്നു? ഈ സഭയുടെ അടുത്ത തലമുറ എല്ലാം ജന്മം കൊടുക്കാൻ പോകുന്നത്, എല്ലാത്തിനും ജന്മം കിട്ടാൻ പോകുന്നതും, എല്ലാത്തിനും പാലൂട്ടുന്നതും എല്ലാത്തിനെയും വളർത്തുന്നതും ഈ കൈകളാണ്. എല്ലാവർക്കും അക്ഷരജ്ഞാനം ആദ്യം ഉരുവാക്കി കൊടുക്കുന്നതും എല്ലാവരുടെയും മനസ്സിലേക്ക് വിശ്വാസത്തിൻ്റെ രഹസ്യം പകരുന്നതും ഈ കൈകളാണ്. ഈ ഗർഭപാത്രങ്ങളിലാണ് അടുത്ത തലമുറയുടെ വിശ്വാസത്തിൻ്റെ ചൈതന്യമേന്തുന്ന ഒരു വിശ്വാസി രൂപം കൊള്ളേണ്ടത്. ഈ മാറിടത്തിൽ കിടന്നാണ് അടുത്ത തലമുറയിലെ വിശ്വാസി രൂപം പ്രാപിച്ച് ഉയർന്നു വരേണ്ടത്. നിങ്ങൾ പോകുന്ന ഈ കുടുംബത്തിൽ കിടന്നാണ് ഒരു വിശ്വാസി വളർന്ന് ഈ സഭയിലേക്ക് വരേണ്ടത്. ഈ ഉദരങ്ങളിൽ നിന്നാണ് നാളെ സഭയിൽ ഒരു പുരോഹിതൻ ഉയർന്നു വരേണ്ടത്. ഈ ഉദരങ്ങളിൽ നിന്നല്ലേ ഒരു പ്രധാനാചാര്യനും അതുപോലെ സഭയിലെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത്. ഈ ഉദരങ്ങളിൽ നിന്നും ഈ കരങ്ങളിൽ നിന്നും ഈ മാറിടങ്ങളിലൂടെയാണ് ഈ സഭയിൽ വിശ്വാസികളെല്ലാം വരേണ്ടത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ ദീപം ഏറ്റവും കൂടുതൽ കത്തി എരിയേണ്ടത് ഈ സഭയിൽ ആരിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരിലാണ്?
ഈ സഭയിലെ ഓരോ അമ്മയിലുമാണ്, ഈ സഭയിലെ ഓരോ സ്ത്രീയിലുമാണ്, ഈ സഭയിലെ ഓരോ പെൺകുട്ടിയിലുമാണ് വിശ്വാസത്തിൻ്റെ ചൈതന്യം കത്തി നിൽക്കേണ്ടത്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കിന്ന് കത്തി നിൽക്കുന്ന വിശ്വാസം പകരാൻ നിങ്ങളെ കൊണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ തീവ്രത ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന കാര്യത്തിൽ, ഒരു ദേവാലയത്തിൽ പോകുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, നോമ്പെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ മക്കളിലേക്ക് പകരാൻ നിങ്ങളെ കൊണ്ടായിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിക്കേ. കൊച്ചുങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഈ തീവ്രത നിങ്ങളുടെ മക്കൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈ അടുത്ത കാലത്ത് പ്രിയമുള്ളവരെ, ഞങ്ങളുടെയൊക്കെ കാലത്ത് കാസായും പീലാസായി എടുക്കണ്ട, പള്ളിക്കകത്ത് നിൽക്കുമ്പം തന്നെ സൺഡേ സ്കൂൾ അധ്യാപകൻ അനങ്ങിയ പ്രശ്നമാണ്. അനങ്ങി കഴിയുമ്പോൾ പുറകെ കൂടെ വന്ന് വെച്ച് കിഴുക്കും. ഉടനെ നമ്മളിങ്ങനെ അനങ്ങാതെ നിൽക്കും. ഇച്ചിരി വരിയൊന്ന് മാറിയേക്കാന്ന് വെച്ചാൽ കാലുവേന എടുത്ത് വരി മാറുമ്പോൾ കഴുത്തിന് പിടിച്ചേച്ച് നേരെ കൊണ്ട് നിർത്തും. ഒരു പരാതി ഇന്നേ വരെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ പകരലായിരുന്നു ആ കിഴുക്കും. എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിഴുക്ക്. നമ്മളിങ്ങനെ കുന്തക്കാലിലൊക്കെ ഇങ്ങനെ കാലയിലൊക്കെ നിൽക്കും. ഉടനെ ഈ കാലിൻ്റെ ഒരു കിഴുക്ക്, ഉടനെ നമ്മൾ നേരെ നിൽക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കാസായും പീലാസായും എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രിയമുള്ളവർ, ഏതോ ഒരു സ്ഥലത്താണ് ഞാനിങ്ങനെ വന്ന അറിയാതെ ഒന്ന് കണ്ണ് തുറന്നാണ്. അപ്പോൾ ഒരു പയ്യൻ അവിടെ വന്നുണ്ട്. കണ്ട, ഞാൻ പെട്ടെന്ന് കണ്ണടച്ച്. കാരണം പ്രിയമുള്ളവരെ, ഇത് കാണാൻ പിടിച്ച് വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന, ഇവൻ്റെ ഈ പരിപാടി കണ്ടു കഴിഞ്ഞാൽ അന്നേരം പ്രാർത്ഥന നിന്ന് പോകും. ഇതൊരു വിശ്വാസത്തിൻ്റെ രഹസ്യമാണല്ലോ. അപ്പോൾ ജനങ്ങളുടെ മുഖത്തെ വിശ്വാസ തീക്ഷ്ണതയൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് സത്യത്തിൽ പ്രിയമുള്ളവർ ആ ഭക്തി അങ്ങോട്ട് കൂടുതൽ നല്ല വിശ്വാസത്തോടെ അത് ബലിയൊക്കെ അർപ്പിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് ഈ പിള്ളേർ നിന്നുകൊണ്ട് കുത്തുന്നു ചാണ്ടുന്നത്. ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ചൈതന്യം, ഈ വിശ്വാസം, ഈ പാരമ്പര്യം ഇത് പകരാൻ ആകപ്പാടെ നമുക്ക് സഭയിലുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് സൺഡേ സ്കൂളാണ്. ആണല്ലോ. സൺഡേ സ്കൂളിൻ്റെ 10ാം ക്ലാസ് പാസ്സായി പുറത്തിറങ്ങുമ്പോഴേക്കും ഈ കുഞ്ഞ് വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ജ്വലിക്കുന്ന ഒരു കുഞ്ഞാക്കി നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് പുറത്തിറക്കാൻ 100% ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്ന ആരെല്ലാം കൈവക്കിക്കുക. ആകപ്പാടെ ആധ്യാത്മികത കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് പകരാൻ പറ്റുന്ന ഏക സ്ഥലം, ഏറ്റവും നല്ല ഇടം ഒരു സൺഡേ സ്കൂളാണ്. ആ സൺഡേ സ്കൂളിലെ അധ്യാപകരായി ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ കയ്യിലേൽപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ തീ അവൻ്റെ നെഞ്ചിലേക്കിടാനും മാത്രമുള്ള ആത്മീയ ചൈതന്യം ഞാൻ നെഞ്ചിലേറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ സഭയെ നിങ്ങൾ തകർക്കുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സ്ഥാനത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ ചൈതന്യം, സഭയുടെ വിശ്വാസത്തിൻ്റെ ചൈതന്യം എനിക്ക് പകരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ സഭയുടെ എന്ത് ചെയ്യണം? അസ്ഥിവാരം തോണ്ടുകയാണ്. ഇത് ചെയ്ത ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? ക്രിസ്തു ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ പുറകിൽ നിന്ന് അസ്ഥിവാരം തോണ്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? യൂദാസ്. അയാളൊരു അപ്പോസ്തലനായിരുന്നു. അപ്പം അങ്ങനെയുണ്ട് സഭയ്ക്കുള്ളിലൊരു ദൈവവിളി. ഞാനാകരുത് ആ സ്ഥലത്ത്. ഒരു സൺഡേ സ്കൂൾ അധ്യാപിക ചിന്തിക്കണം, ഒരു വനിതാ സമാജത്തിൻ്റെ മെമ്പർ ചിന്തിക്കണം, ഞാനാകരുത് ആ പൊസിഷനിൽ, ഞാനാകരുത്. ഞാൻ വല്ല തോമസ് ലീഹായോ പത്രോസ് അപ്പോസ്തലനോ പൗലോസ് അപ്പോസ്തലനോ രക്തസാക്ഷിയായാലും വേണ്ടില്ല, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു നിലപാടുള്ള വ്യക്തിയായിരിക്കണം. സഭയിൽ ഒരു നിലപാടുള്ളവനായിരിക്കണം. വളരെ അന്വർത്ഥമായ ഒരു വാക്കായിരുന്നു. നമുക്കൊരു നിലപാട് പ്രിയമുള്ളവരെ നമുക്കതുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെന്ത് ചെയ്യും? ഈ വിശ്വാസ പെട്ടകത്തിൻ്റെ അടിക്ക് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുക. ഇതിലൂടെ ചോരും, എന്നിലൂടെ ചോരരുത്. ഞാൻ സഭയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, കൂദാശ സ്വീകരിച്ച വ്യക്തിയാണ്. ഈ സഭയിൽ ദൈവം എനിക്കൊരു പൊസിഷൻ തന്നിട്ടുണ്ട്.
ഇതാ വനിതകളുടെ പ്രതിനിധിയായി നമ്മൾ ഓർക്കണം, നിങ്ങളുടെ ദേവാലയത്തിലുള്ള മുഴുവൻ സ്ത്രീകൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ പ്രതിനിധിയായിട്ട് ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ദേവാലയത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും വിശ്വാസം നെഞ്ചിലേറ്റാൻ, നെഞ്ചിൽ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തീപ്പന്തമായി നിങ്ങൾ മാറണം. ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനൊരു തീരുമാനം നിങ്ങളുടെ നെഞ്ചിലുണ്ടാവണം. വിശ്വാസം പകരാൻ സാധിക്കണം. ആ തീവ്രത നിങ്ങളിലുണ്ടാവണം. അങ്ങനെ തീവ്രമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ പങ്കുവെച്ച് നൽകിയ ചൈതന്യമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ പൊസിഷനിൽ അവിടെ വിശ്വാസ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം.